ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ചാത്തല്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ചാത്തല്ലൂരാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ ഇന്ന് നമ്മുടെ നേഹമോളുടെ കാക്കൂൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ചെറിയ ഇത്താടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതിനിടക്ക് ഇടവണ്ണയിൽ ഇറങ്ങി അവനക്ക് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ അവർ കേക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇടവണ്ണയിൽ. അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അങ്ങാടിയാട്ടോ ഇത്, ഒതായി അങ്ങാടി. അപ്പോൾ അവിടെ എത്തി. ഇനി കുറച്ചും കൂടി ദൂരമേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വരുമ്പോൾ നമ്മൾ കുറച്ച് ബലൂണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീർപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു അലങ്കാരമൊക്കെ ചെയ്തു, ചെറുതായ രീതിയിൽ കേട്ടോ. ആരും ഇല്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. ഒരു 6-7 പേര് കൂടിയിട്ട് അവൻ്റെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കൂടിയതാണ്, അല്ലാതെ വലിയ ഫങ്ഷനൊന്നും അല്ല. അപ്പൊ ഇതാണ് എൻ്റെ മൂത്ത ഇത്താടെ വീടാട്ടോ ഇത്. അപ്പോൾ അവിടെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. മൂത്ത ഇത്താടെ മോള് ഒരു BTS ഫാനാട്ടോ. BTS ഫാൻ എന്ന് വെറുതെ പറഞ്ഞ പോലെ ഭയങ്കര കട്ട ഫാനാണ്. അതാണ് ഈ റൂം മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അവള് നന്നായിട്ട് വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പൊ അവളുടെ എല്ലാ കലാവിരുദ്ധവും അവൾ ഈ റൂമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, ഒരു സാധനങ്ങളും ഒന്നും നശിപ്പിക്കത്തൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കുറെ വർഷമായി. കൊറോണ സമയത്താന്ന് തോന്നുന്നു, വീട്ടിലിരുന്നിരുന്ന സമയമുണ്ടല്ലോ, സ്കൂളില്ലാതെ. ആ സമയത്താണ് ഈ റൂം എല്ലാം മിക്കവാറും ഇങ്ങനെ കാണിച്ചു വെച്ചത്. അപ്പൊ ഒന്നും അവൾ അങ്ങനെ നശിപ്പിക്കത്തൊന്നും ഇല്ല കേട്ടോ. ഇത്രയും വർഷമായിട്ടും 4 വർഷത്തോളായില്ലേ ഇങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നേഹമോൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടോ സ്റ്റൂള് കൊണ്ട് തരുന്നത്. ഈ സ്റ്റൂള് കൊണ്ടുവച്ച ആളാണ് ഈ BTS ഫാൻ ഗേള്, എൻ്റെ വലിയ ഇത്താടെ മോള് കേട്ടോ. വലിയ ഇത്താക്ക് ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ. അതുപോലെ ചെറിയ ഇത്താക്ക് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അവൻ്റെ 12ാമത്തെ ബർത്ത്ഡേ ആണിത്. ഇവിടെ ചാത്തല്ലൂർ തന്നെ, കിഴക്കേ ചാത്തല്ലൂരിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ. അവന് ഉപ്പ ഇല്ല കേട്ടോ. ഉപ്പ ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയത്. അവൻ്റെ ഉപ്പ അവന് ജസ്റ്റ് 1-2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ കളഞ്ഞിട്ട് പോയതാണ്. മരിച്ചു പോയതല്ല, ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയത്. അപ്പോൾ ഇത്ത ഡിവോഴ്സൊക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ. ഇത്ത കല്യാണത്തിന് മുമ്പേ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും ജോലിയുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ പോകുന്നു. ഇതാണ് ഇത്താടെ മോള്. അവൾക്ക് 14 വയസ്സ് കേട്ടോ. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എടവണ്ണ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ചെറിയ ഇത്തയും കൂടിയാണ് കേട്ടോ. ആദ്യം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഇക്ക വാഷ്റൂമിൽ പോയേ. അപ്പോൾ പിന്നെ നമ്മൾ ഇക്ക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ബർത്ത്ഡേ പോയി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. റിഷുവിൻ്റെ 12ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് അവൻ്റെ ബർത്ത്ഡേക്ക് കൂടുന്നത്. മോള് ജനിച്ചിട്ടാണേലും അവളും ആദ്യമായിട്ടാണ്. ഞങ്ങളും തീരെ കൂടിയിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ അവൻ്റെ ഉപ്പാൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലായിരുന്നു. ഞങ്ങൾ ഈ ഒരു വർഷമല്ലേ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ റിഷുവിൻ്റെ ബർത്ത്ഡേ കൂടുന്നത്. നേഹമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇക്കാൻ്റെ ഡ്യൂട്ടി ടൈമിലും ഒക്കെ ഇങ്ങനെ പോകുന്നതും ഒക്കെ. അങ്ങനെ ഇതേ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഓരോ പീസ് കട്ട് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റും പീനട്ടും കൂടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. മോൾക്ക് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നീമത്താത്തെ കാക്കും മതി കേട്ടോ. ഞാനൊന്നും ആരുമല്ല. അവർ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരി അൽഫാം മന്തിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുണ്ടേങ്ങരയിൽ റെയ്താനില്ലേ, അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മയാണത്.
അത് എൻ്റെ ഉപ്പ. അപ്പോൾ ഉപ്പാക്ക് പള്ളിയിൽ ബാങ്ക് വിളിക്കാനുള്ളത് കൊണ്ടാണ് ഇശാബാഗും കൂടി കൊടുത്തതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പ വന്നിട്ടുള്ളത്. അങ്ങനെ അവരും വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനിടക്ക് ഇക്കാക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമായതുകൊണ്ട് ഇക്കാക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. കുഞ്ഞ് ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ട് അതും കൂടി തീർന്നു കഴിഞ്ഞാൽ പോവാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുവാണ്. ഉപ്പാൻ്റെ ഒക്കെ കൂടെ കുറച്ചു നേരം കൂടിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ 3 പെൺകുട്ടികളും ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരുടെ മക്കളും, എല്ലാവർക്കും ഓരോരോ മക്കളേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ബോയ്. എന്താണ് ബർത്ത്ഡേക്ക് എന്ത് പറയുന്നത്? എന്ത് പറയുന്നു? 12 അല്ല മന്തിയൊക്കെ അടിച്ചു കാക്കുവാ. അടിപൊളിയല്ലേ? നീ നമ്മള് ഇനി മൂന്ന് കളി